ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകൂല, ഒട്ടും മനസ്സിലാകാൻ പാടില്ല. കളിക്കുന്നുണ്ട്, ജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ആദ്യത്തെ സീസൺ പോലെ താല്പര്യമില്ല ഈ പരിപാടിക്ക്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ആളെ പറ്റിക്കലാണ്. കുറച്ചുകൂടെ പറയാൻ തുടങ്ങി, ലൈക്ക് മുഖത്തടിച്ച് പറയാൻ തുടങ്ങി. അത് നല്ലതാണ്. അനീഷ അങ്ങനെ ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയല്ല. ഏറ്റവും ഇഷ്ടം നൂറാദില. അവർക്ക് ആരും സപ്പോർട്ട് ചെയ്തില്ല. അനുവിന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. അനു വിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. അതിനിടയ്ക്ക് ലാലേട്ടൻ വരുമ്പോൾ ഒന്ന് അടിപൊളിയാണ്. ലാലേട്ടൻ വരുമ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ. ഒരു വെയിൽ വെച്ചിട്ട് നിൽക്കണേക്കാളും നല്ലത് എപ്പോഴും ബ്ലണ്ടായിട്ട് പറയുന്നതാണല്ലോ. ഹായ് ചേച്ചി, ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട കോണ്ടസ്റ്റന്റ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനു, അനീഷ്, ഷാനവാസ്. എനിക്ക് ഷാനവാസിനെയാണ് ഇഷ്ടം. അങ്ങനെ കാണാറില്ല, പക്ഷെ ഓക്കെ അങ്ങനെ കാണാറുണ്ട്. ഐ മീൻ കാണാറില്ല, കാണാറുണ്ട്. അങ്ങനെ ഞാൻ കാണാറില്ല, പക്ഷെ എനിക്ക് അനുവിനെ ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം നൂറാദില. അവർക്ക് ആരും സപ്പോർട്ടും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്കതൊരു സഹതാപം കൊണ്ടിട്ടുള്ളൊരു ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ആ കുട്ടി ഇതായല്ലോ, ഒരു തടസ്സമില്ലാണ്ട് കയറി, അതുകൊണ്ടുള്ളൊരു സന്തോഷമുണ്ട്. അതിന് തന്നെ കിട്ടും കപ്പ്. കാണാറില്ല, വൈഫ് ഇങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് വീട്ടിലുള്ളപ്പോൾ കാണാറില്ല. ആരായിരിക്കും വിന്നർ എന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, കാരണം നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. എന്നാലും എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട്, ജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. ഒന്നിലെ ഷാനവാസ് അല്ലെങ്കിൽ അനീഷ്. അതെന്തുകൊണ്ട് അവരാന്ന് പറയാൻ കാരണം? അനീഷ അങ്ങനെ ഒരാളുടെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു വ്യക്തിയല്ല, സെൽഫാണ്. പുള്ളിക്കുള്ളത് ഓപ്പണായിട്ട് തുറന്നു പറയും. അനീഷാണ് ഇപ്പം ഭൂരിപക്ഷം എല്ലാ വോട്ടിങ്ങും അനീഷിനും അനുവിനും ഷാനവാസിനുമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളെപ്പോലുള്ള പിന്നെ ഓഡിയൻസ് പിന്നെ ഇഷ്ടപ്പെടുന്നത് അനീഷിനെയാണ്. അപ്പോൾ അനീഷായിരിക്കും വിന്നർ എന്ന് വിചാരിക്കുന്നു. അനുവിന്റെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. അനു വിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ എനിക്ക് ഈ ബിഗ് ബോസ് പരിപാടിയോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. നെവിനായിരിക്കണം. അതെന്താ നെവിന് ഈയിടെ ആയിട്ട് കുറച്ച് പ്രശ്നക്കാരനാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്നിട്ട് നെവിന് എന്താ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഗെയിം സ്ട്രാറ്റജി ഓരോ ആൾക്ക് എടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് ആൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നെവിൻ ഇത്തവണ ബിഗ് ബോസ് കൊടുത്ത ശിക്ഷ എങ്ങനെയുണ്ട്? അടിപൊളി. എന്നാലും പൈസ എടുത്തല്ല നെവിൻ്റെ ഇഷ്ടത്തിനാണ് നെവിനെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ പറ്റി ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ശരിക്കും ആളെ പറ്റിക്കലാണ്. എന്നുവെച്ചാൽ ലൈവ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുന്നേ ഉള്ള ചാറ്റ് അവർ എഡിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കണ്ടസ്റ്റൻറ്റിനെ ശരിക്കും സേഫ് ആക്കിയിട്ടുള്ളൊരു ഗെയിമാണത്. ആർക്കെങ്കിലും ഇത്ര നാളിത് ഫോളോ അപ്പ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ കണ്ടന്റ്, ഈ ബിഗ് ബോക്സിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാകൂല, ഒട്ടും മനസ്സിലാകാൻ പാടില്ല. ഇത് ഫോളോ അപ്പ് ചെയ്യണവർക്ക് പോലും ഐ ഡോണ്ട് നോ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന കാലം. അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ല. ആദ്യത്തെ സീസൺ പോലെ താല്പര്യമില്ല ഈ പരിപാടിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഏരിയ ആയതുകൊണ്ട് കാണാറില്ല. ഷാനവാസും പെങ്ങളൂട്ടികളും എന്നൊക്കെയാണല്ലോ ബിഗ് ബോസ് വീട്ടിൽ പറയുന്നത്, ആദില, നൂറ, ഷാനവാസിനെ. അപ്പോൾ അതെന്താ തോന്നുന്നത്? പെങ്ങളൂട്ടി അവർക്ക് ശരിക്കും സ്നേഹമുണ്ടോ ഷാനവാസിനോട്? അവർക്ക് സ്നേഹമുണ്ട്, പക്ഷേ ഈ ബിഗ് ബോസിലെ മത്സരമാണല്ലോ, അപ്പോൾ അവർക്ക് അതേപോലെയല്ലേ ഷാനവാസിനോട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പുറത്തിറങ്ങിയാൽ ഒരു പെങ്ങളുട്ടികളൊക്കെ തന്നെ. ഷാനവാസും നെവിനും തമ്മിലുള്ള ഫൈറ്റിൽ ശരിക്കും നെവിൻ ഷാനവാസിനെ അടിച്ചു എന്ന് തോന്നിയോ? തോന്നി. നെവിന് ഇത്തിരി സാമർത്ഥ്യം ഉണ്ട്. നൂറ് ടൂറ് പോകാൻ വന്ന പോലെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ അഭിപ്രായം എന്താ അതിനെപ്പറ്റി? നൂറ് പോകുന്ന പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയാണോ തന്നെയാണ് അത് കളിച്ചതൊക്കെ, കണ്ടതൊക്കെ അതിൻ്റെ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. പിന്നെ അത് ഒരു മത്സരം കൊണ്ടിട്ട് ഓരോന്ന് പറയാനാ. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ ഇതാക്കിയെങ്കിലല്ലേ മറ്റുള്ളവർ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അതുള്ളൂ. അതിനാണ്ട് അവർ തമ്മിൽ വൈരാഗ്യമില്ല. ഇത് ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സായിരിക്കും. പിന്നെ കാണാമല്ലോ ടി വിയിലൊക്കെ ഷോയിലൊക്കെ ഭയങ്കര കൂടിച്ചേരലും സന്തോഷങ്ങളൊക്കെ കാണാം. ലാലേട്ടൻ 7ന്റെ പണിയിൽ എങ്ങനെയുണ്ട്? സൂപ്പറാ. ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ്. അതിനിടയ്ക്ക് ലാലേട്ടൻ വരുമ്പോൾ ഒന്ന് അടിപൊളിയാണ്. ലാലേട്ടൻ വരുമ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ. പിന്നെ അതൊന്ന് കാണാൻ നല്ല രസമാണ്. ലാലേട്ടൻ്റെ കുസൃതിമായ ചോദ്യങ്ങളും നല്ല രസമാണ്. ലാലേട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ലാലേട്ടൻ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ദാനശീലനാണ്, നല്ലൊരു മനുഷ്യനാണ്. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടിട്ടാണ് ആ ബിഗ് ബോസ് കാണുന്നത്. കുറച്ചുകൂടെ പറയാൻ തുടങ്ങി, ലൈക്ക് മുഖത്തടിച്ച് പറയാൻ തുടങ്ങി. അത് നല്ലതാണ്. കുറച്ച് അങ്ങനെ ഒരു ഹോസ്റ്റാണ് നല്ലത്. അല്ലാണ്ട് ഒരു വെയിൽ വെച്ചിട്ട് നിൽക്കണേക്കാളും നല്ലത് എപ്പോഴും ബ്ലണ്ടായിട്ട് പറയുന്നതാണല്ലോ. ഷാനവാസും നെവിനും തമ്മിലുണ്ടായ ഫൈറ്റിനെ നെവിന് കിട്ടിയ പണിഷ്മെന്റ് കൂടിപ്പോയെന്നാണോ അതോ കുറഞ്ഞു പോയെന്നാണോ തോന്നുന്നത്? കുറഞ്ഞു പോയിന്ന്. അതെന്ന് വെച്ചാൽ പണിഷ്മെൻ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, ഒരു താക്കീത് പോലെയല്ലേ ബിഗ് ബോസ് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ അതിൽ. ഇനിയൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ പറഞ്ഞു വിടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. നെവിന് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെ അനുവിൻ്റെ ബാക്കിൽ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യണതിൻ്റെ ഇത്തിരി വീക്കുണ്ട്, എതിർപ്പുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഇഷ്ടമില്ലായില്ല, എന്നാലും നെവിൻ്റെത് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു ഇത് തോന്നാറുണ്ട്.